ഇറാനിൽ അമേരിക്ക നടത്തിയ പൈലറ്റ് റെസ്ക്യൂ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന തികച്ചും നാടകീയമായ ചില പുതിയ സംഭവവികാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും അമേരിക്ക അതീവ രഹസ്യമായി വെച്ചിരിക്കുകയാണ്. എന്നിരുന്നാലും അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിന്നും ഇന്റലിജൻസ് റിപ്പോർട്ടുകളിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം ഈ ഓപ്പറേഷനിടെ ഇറാന്റെ റവല്യൂഷണറി ഗാർഡുമായി ഉണ്ടായ നേരിട്ടുള്ള ഏറ്റുമുട്ടലിൽ അമേരിക്കൻ സ്പെഷ്യൽ ഫോഴ്സ് യൂണിറ്റിലെ ചില അംഗങ്ങൾക്ക് ഗുരുതരമായി പരിക്കേറ്റതായി റിപ്പോർട്ടുകളുണ്ട്. മരണസംഖ്യയെക്കുറിച്ച് കൃത്യമായ സ്ഥിരീകരണം അമേരിക്ക നൽകിയിട്ടില്ലെങ്കിലും പല സൈനികരും കൊല്ലപ്പെട്ടതായും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇതിൽ അമേരിക്കക്കുണ്ടായ മില്യൺ കണക്കിന് ഡോളറിന്റെ കനത്ത സൈനിക നഷ്ടങ്ങൾ ഇതിനകം എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞതിനാൽ ഇവിടെ ഞാൻ ആവർത്തിക്കുന്നില്ല. സത്യത്തിൽ ഇറാന്റെ ഉൾപ്രദേശങ്ങളിൽ ഇത്രയും ശക്തമായ പ്രതിരോധം അമേരിക്കൻ സൈന്യം പ്രതീക്ഷിച്ചിരുന്നില്ല. ഇറാന്റെ റഡാർ സംവിധാനങ്ങളെ കബളിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നത് CIA ഉൾപ്പെടെയുള്ള ഏജൻസികളുടെ പരാജയമായി വിലയിരുത്തപ്പെട്ടു കഴിഞ്ഞു. ഈ പരാജയം അമേരിക്കയുടെ സൈനികമായ അജയ്യത എന്ന പ്രതിച്ഛായക്ക് വലിയ കോട്ടമാണ് ഉണ്ടാക്കിയത്. അമേരിക്കയുടെ സ്പെഷ്യൽ ഫോഴ്സിനെ തുരത്തി ഓടിക്കാനായി എന്നത് ഇറാന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഈ പരാജയത്തിന് പിന്നാലെയാണ് പ്ലാനറ്റ് ലാബ്സ് പോലുള്ള കമ്പനികളുടെ ചിത്രങ്ങൾക്ക് അമേരിക്ക നിയന്ത്രണം കൊണ്ടുവന്നത് എന്ന് പ്രത്യേകം ഓർക്കുക. തകർന്നു വീണ വിമാനങ്ങളുടെയോ കൊല്ലപ്പെട്ട സൈനികരുടെയോ ദൃശ്യങ്ങൾ പുറത്തു വരുന്നത് ഒഴിവാക്കുക എന്നതായിരുന്നു ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. ചുരുക്കത്തിൽ ലക്ഷ്യം കാണാത്ത ഒരു ദൗത്യം എന്നതിലുപരി ഭൗതികമായും തന്ത്രപരമായും വലിയൊരു വില അമേരിക്കയ്ക്ക് ഈ ഓപ്പറേഷനിൽ നൽകേണ്ടി വന്നു. എന്നിട്ടും പൈലറ്റിനെ രക്ഷിക്കാനായില്ല എന്നാണിപ്പോൾ പുറത്തു വരുന്ന പുതിയ വിവരങ്ങൾ. ഇറാനിൽ അമേരിക്ക നടത്തിയ ഈ പൈലറ്റ് റെസ്ക്യൂ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന തികച്ചും നാടകീയമായ ചില പുതിയ സംഭവവികാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഔദ്യോഗിക റിപ്പോർട്ടുകളും പ്രതിരോധ വിദഗ്ധരുടെ നിരീക്ഷണങ്ങളും അനുസരിച്ച് ഇതിൽ വലിയ ട്വിസ്റ്റുകൾ നടന്നിട്ടുണ്ട്. പൈലറ്റിനെ രക്ഷിക്കുക എന്നതായിരുന്നു ഈ ദൗത്യത്തിൻ്റെ ഔദ്യോഗിക ലക്ഷ്യമെങ്കിലും ഇതിന് പിന്നിൽ ഒരു ഗ്രൗണ്ട് ഇൻവാഷൻ, അതായത് ഒരു കരമാർഗമുള്ള അധിനിവേശ ലക്ഷ്യമുണ്ടായിരുന്നു എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. ഇങ്ങനെ പറയുന്നതിന് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ചില വസ്തുതകളുമുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് വിമാനം തകർന്ന പൈലറ്റ് ഉള്ള സ്ഥലത്തല്ല ഈ വമ്പൻ ഓപ്പറേഷൻ നടന്നത് എന്നാണ്. ഇത് നടന്നത് ഇറാന്റെ ആണവ നിലയത്തിന്റെ വളരെ അടുത്താണ്. അതിനും അനവധി കിലോമീറ്ററുകൾ അപ്പുറമാണ് പൈലറ്റ് റെസ്ക്യൂ ടാർഗറ്റ് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. കമാൻഡോകളുടെ സാന്നിധ്യമാണ് അടുത്തത്. വെറും ഒരു രക്ഷാദൗത്യത്തിന് ആവശ്യമുള്ളതിനേക്കാൾ വലിയൊരു സന്നാഹവും ആധുനിക ആയുധങ്ങളുമായി എത്തിയ സ്പെഷ്യൽ ഫോഴ്സുകളും ഇറാനിലെ തന്ത്രപ്രധാനമായ ഉൾപ്രദേശങ്ങളിലേക്ക് കടന്നു കയറിയത് സംശയങ്ങൾക്ക് ഇട നൽകുന്നുണ്ട്. ഇറാന്റെ എയർ ഡിഫൻസിനെ പ്രതിരോധിച്ച് അമേരിക്കൻ സൈന്യം ഇത്രയും ഉള്ളിലേക്ക് കടന്നത് കേവലം ഒരാളെ രക്ഷിക്കാനുള്ള സന്നാഹവുമായല്ല, മറിച്ച് ഒരു കരയുദ്ധത്തിന് മുന്നോടിയായ ഓപ്പറേഷൻ ആയിരുന്നു ഇതെന്നാണ് പുതിയ കണ്ടെത്തൽ. രക്ഷാദൗത്യത്തിനിടെ ഇറാന്റെ ചില സൈനിക കേന്ദ്രങ്ങൾക്കും അണ്ടർഗ്രൗണ്ട് ബങ്കറുകൾക്കും അരികിലൂടെ അമേരിക്കൻ സംഘം നീങ്ങിയത് തകർക്കേണ്ട ലക്ഷ്യങ്ങൾ അടയാളപ്പെടുത്താൻ വേണ്ടിയാണെന്ന വാദവും ശക്തമാണ്. നിലവിൽ ഇതിനെ ഒരു ലിമിറ്റഡ് ഒബ്ജക്റ്റീവ് ഓപ്പറേഷൻ എന്നാണ് അമേരിക്ക വിശേഷിപ്പിക്കുന്നതെങ്കിലും സൈനിക ചരിത്രം പരിശോധിച്ചാൽ വലിയ അധിനിവേശങ്ങൾക്ക് തൊട്ടു മുന്നേ ഇത്തരം ചെറിയ ഇൻഫിൽട്രേഷൻ ദൗത്യങ്ങൾ അമേരിക്ക നടത്താറുണ്ടെന്നതാണ് സത്യം. അമേരിക്കൻ പ്രതിരോധ വകുപ്പ് ഇത് പൂർണ്ണമായി ഒരു മാനുഷിക സൈനിക രക്ഷാദൗത്യം മാത്രമാണെന്നാണ് അവകാശപ്പെട്ടത്. എന്നാൽ റഷ്യൻ ഇറാനിയൻ മാധ്യമങ്ങൾ ഇതിനെ വലിയൊരു യുദ്ധത്തിന്റെ റിഹേഴ്സലായാണ് അവതരിപ്പിക്കുന്നത്. ഇറാന്റെ ആഭ്യന്തര സുരക്ഷ എത്രത്തോളം ദുർബലമാണെന്ന് പരിശോധിക്കാനുള്ള ഒരു പരീക്ഷണമായിരുന്നു ഇതെന്നും വാർത്തകളുണ്ട്. ചുരുക്കത്തിൽ പൈലറ്റിനെ രക്ഷിക്കുക എന്നത് ഒരു കാരണമായി പറഞ്ഞെങ്കിലും ഇറാന്റെ ഉള്ളിലേക്ക് കടന്നു കയറാനുള്ള അമേരിക്കയുടെ ഗൂഢലക്ഷ്യം ഇതിന് പിന്നിലുണ്ടായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഇത് മേഖലയെ വലിയൊരു യുദ്ധത്തിലേക്ക് നയിച്ചേക്കാവുന്ന പ്രകോപനമായി തന്നെയാണ് ഇറാൻ കണക്കാക്കുന്നത്. ഈ ഓപ്പറേഷൻ സൈനികപരമായി നോക്കിയാൽ വിജയം എന്നതിനേക്കാൾ അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടികൾ നേരിട്ട ഒരു ദൗത്യമായിരുന്നു എന്ന് തന്നെയാണ് പറയേണ്ടി വരിക. ലക്ഷ്യം പൈലറ്റിനെ ജീവനോടെ തിരിച്ചെത്തിക്കുക എന്നതായിരുന്നു എന്നാണല്ലോ പറയുന്നത്. എന്നാൽ അമേരിക്കൻ സ്പെഷ്യൽ ഫോഴ്സ് ഇറാന്റെ ഉള്ളിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ പൈലറ്റിനെ ഇറാൻ സൈന്യം പിടികൂടുകയോ അല്ലെങ്കിൽ പൈലറ്റ് കൊല്ലപ്പെടുകയോ ചെയ്തതായാണ് സൂചനകൾ. പക്ഷെ പൈലറ്റിനെ രക്ഷപ്പെടുത്തിയെന്നാണ് അമേരിക്കയുടെ ഔദ്യോഗിക ഭാഷ്യം. രക്ഷാദൗത്യത്തിന് പോയ അമേരിക്കൻ കമാൻഡോകൾക്ക് ഇറാന്റെ റവല്യൂഷണറി ഗാർഡിൽ നിന്ന് കടുത്ത പ്രതിരോധം നേരിടേണ്ടി വന്നത് അമേരിക്കൻ ഇന്റലിജൻസിന്റെ കനത്ത പരാജയവുമായും വിലയിരുത്തപ്പെടുന്നുണ്ട്. നിഗൂഢമായ ഒരു ഗ്രൗണ്ട് ഇൻവേഷൻ ലക്ഷ്യമിട്ടാണ് ഈ നീക്കം നടത്തിയതെങ്കിൽ ഈ ഓപ്പറേഷന് ശേഷം ഇറാൻ തങ്ങളുടെ സൈനിക താവളങ്ങളിലും മിസൈൽ കേന്ദ്രങ്ങളിലും സുരക്ഷാ സംവിധാനങ്ങൾ ഇരട്ടിയാക്കി എന്നത്
അമേരിക്കയുടെ ഒരു വലിയ സ്ട്രാറ്റജിക് ഫെയിലർ കൂടിയാണ്. ചുരുക്കത്തിൽ ഓപ്പറേഷൻ വിജയിച്ചു, പക്ഷെ ലക്ഷ്യം നേടിയില്ല എന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ. അമേരിക്കയ്ക്ക് ഇറാന്റെ ഉൾപ്രദേശങ്ങളിൽ ഇറങ്ങാൻ സാധിച്ചു എന്നത് അവരുടെ കരുത്ത് കാണിക്കുന്നുണ്ടെങ്കിലും ഒരു കരയുദ്ധത്തിനുള്ള വിളനില ഒരുക്കാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, വലിയ നാശനഷ്ടങ്ങളില്ലാതെ പിന്മാറാനും സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു പരാജയ ദൗത്യമായാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയുടെ ഈ ഗൂഢനീക്കം പ്രതിരോധിക്കാൻ സാധിച്ചു എന്നത് വലിയൊരു വിജയമായും അവർ ആഘോഷിക്കുന്നു.